നമ്മളുടെ മീഡിയ പ്രവർത്തകർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പം ഒന്ന് അതിനെക്കുറിച്ച് പറയാമോ? ഹലോ, തീർച്ചയായിട്ടും ഈ സിനിമ തുടങ്ങി തന്നെ ഈ സിനിമയുടെ ഒരു തുടക്കം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ ജയരാജൻ സാർ വഴിയാണ് തുടങ്ങുന്നത്. അദ്ദേഹമാണ് എന്നെ പ്രൊഡ്യൂസറിൽ എത്തിക്കുന്നത്. പിന്നെ ബാലു സാറാണ് എന്നെ ഇവർ രണ്ടുപേരെയും പരിചയപ്പെടുത്തി തരുന്നത്. ടോവൈ ബാലു സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മുമ്പിലിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്ന് അഡാപ്റ്റ് പോയൊരു പെൺകുട്ടി, ഫ്രാൻസിലേക്ക് അഡാപ്റ്റ് പോയൊരു പെൺകുട്ടി തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഒരു സർട്ടിഫിക്കറ്റ് 18 വയസ്സ് കഴിയുമ്പോൾ ഒരു എവിടെ നിന്ന് അഡാപ്റ്റ് പോയോ അവിടെ നിന്ന് ആ കളക്ടറേറ്റിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് എവിടെ സൈൻ ചെയ്താലേ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുമ്പോൾ ആ കുട്ടിക്ക് ഒരാഗ്രഹം തോന്നാണ് സ്വന്തം അച്ഛനും അമ്മനെ കാണുന്നത്. അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതിലേക്ക് സഹായിക്കുന്നതായിട്ടാണ് ഈ ഹീറോയുടെ റോള്. സിനിമ നല്ല രീതിക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രസ് സുഹൃത്തുക്കളും ബാക്കി എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതിനുവേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ സിനിമ എൻ്റെ മൺമറഞ്ഞു പോയ അമ്മ, എൻ്റെ പിതാവ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ കൂടെ ചെയ്ത എൻ്റെ ഒരു ഉൽപ്പത്തി സാറ്, മറ്റു ഗുരുക്കന്മാർ, പിന്നെ എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ മുന്നിലിരിക്കുന്ന ശശി ഏഞ്ചൽ സാറ്, കണ്ണൻ സാറ്, സുധീർ സാറ്, ഇവരെ എല്ലാവർക്കും അതുപോലെ തന്നെ ഈശ്വരനും ബാക്കി ഓഡിയൻസിനും ഞാൻ സമർപ്പിക്കുന്നു. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള മിസ്റ്റർ ജെ രാജനാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സിനിമയുടെ കോ ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറും കൂടിയാണ്. സോ അദ്ദേഹത്തിന് എന്താണ് പറയാനായിട്ടുള്ളത്? അദ്ദേഹം ബേസിക്കലി ഈസ് എ തമിഴ് അല്ലെ, അപ്പം മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. സർ, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും ഒപ്പം തമിഴിൽ സംസാരിച്ചാൽ മതി അല്ലെ? എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പം സാറിന് എന്താ പറയാനായിട്ടുള്ളത്? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യം പിന്നെ ഈ പടം மணிபிரசாத் என்ற ஃப்ரெண்டு எனக்கு கோவை பால் இன்ட்ரடியூஸ் செய்தார். நல்ல ஒரு டிஓபி, நிறைய படம் பண்ணியிருக்காரு. அப்படிங்கும்போது என்னுடைய ஃப்ரெண்டு தான் எஸ்கேஆர் அப்படின்னு சஞ்சய்குமார் ரெட்டி. அவர்கிட்ட எஸ்கேஆர் மூலமாக இன்ட்ரடியூஸ் பண்ணால் அவர் கதை பிடிச்சோன்னா சடன்லி பண்ணார். ஏகப்பட்ட சப்போர்ட் பண்ணார். என்ன வேணாலும் ஓகே, பாம்பே எடுக்கணும் ஓகே, இது வேணும் சார் ஓகே. எல்லா டெக்னீஷியன்ஸும் பக்கா ஒர்க்கு, எல்லாமே எக்ஸ்பீரியன்ஸ்டு. மலையாள ஃபீல்டு எல்லாத்தையும் ஒர்க் பண்ணுவாங்க. மேக்கப்லேருந்து எல்லாமே பக்கா டெக்னீஷியன்ஸு. படம் நல்லா வந்திருக்கு. இதோட ஹீரோயின்ஸு நம்ம ஜெயிச்சிலாம் ரொம்ப அருமையாக பண்ணியிருக்காங்க. எல்லாம் ஆல் ஆர்டிஸ்ட் வந்து பக்கா. ஸோ வந்து படம் நல்லா ஜெயிக்கும். சாங்லேயும் ஃபோட்டோகிராஃபிக்கு பக்கா வந்திருக்கு. நல்லா ஜெயிக்கும், விஜയിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം. ചേച്ചിനെ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ വെയിറ്റ് ചെയ്യുന്നത്. ചേച്ചിക്ക് എന്താണ് സിനിമയെ കുറിച്ച് പറയാൻ? എല്ലാവർക്കും നമസ്കാരം. സിനിമയെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ സിനിമയുടെ പേര് കേട്ടില്ലേ, എൻ ജീവന്. അപ്പം മണിപ്രസാദിൻ്റെ ജീവനാണ് അത്. ആ പേര് പോലെ തന്നെ അവൻ്റെ ജീവനാണ്. അവൻ അതുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവന് എല്ലാ കാര്യത്തിലും ഒരു പ്രൊഡ്യൂസറെ കൊടുക്കാനും അന്ന് തൊട്ട് ഇന്ന് വരെയും കൂടെയുള്ള ഇവർക്കൊക്കെ തന്നെ നമ്മൾ ആദ്യം നന്ദി പറയണം. പിന്നെ എനിക്കിതിനകത്ത് വന്നത് നല്ലൊരു ക്യാരക്ടറാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ഉൽപ്പൽ സാറിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്തുള്ള പരിചയമാണ് എനിക്ക്. അന്ന് തന്നെ അവൻ ചെയ്യുന്ന ഒരുപാട് വർക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ കൂടെ. പക്ഷേ അവൻ ആ ഒരു സ്നേഹവും ആ ഒരു ബന്ധവും മറക്കാതെ അവൻ തനിച്ച് ചെയ്യുമ്പോൾ അവൻ എന്നെ വിളിച്ചു വന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞ വാക്കുകളെല്ലാം അവൻ നിറവേറ്റി.
ഇനി സിനിമയാണെങ്കിലും നല്ല ഒരു കഥയാണ്, എനിക്ക് കിട്ടിയ ക്യാരക്ടറും നല്ലൊരു ക്യാരക്ടർ. ഇത് നടക്കുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. ഞങ്ങൾ അഭിനയിച്ചവരും അല്ലെങ്കിൽ ഡയറക്ടറും മറ്റുള്ളവരും ഇത് പറഞ്ഞു തന്നുകൊണ്ട് മാത്രം കാര്യമായില്ല. എല്ലാവരും കാണണം. അവൻ്റെ ജീവൻ തന്നെയാണ് എൻ ജീവനെ എന്നുള്ള സിനിമ. ഒത്തിരി നടക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്കും കിട്ടി. ഒരുപാട് നന്ദി പറയണേ ഞാൻ. ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ക്യാരക്ടർ തന്നെ. അതുപോലെ ഇതിൽ പുതുമുഖങ്ങളാണ് നായകനും നായികയും. പക്ഷെ അവർ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം, എൻ്റെ പ്രത്യേകിച്ചും. കാരണം ഒത്തിരി നന്നായി ചെയ്തിട്ടുണ്ട്. അവര് കഴിവിൻ്റെ അപ്പുറന്ന് വേണം പറയാൻ. ഒരു പുതിയ കുട്ടികളാണ് അത് ചെയ്തതെന്നുള്ളത് ഒരു പടം കാണുന്നവർക്കാർക്കും അറിയില്ല. ഞങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. എന്തായാലും എല്ലാവരും പടം കാണണം, അവൻ്റെ ജീവനെ നിലനിർത്തണം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി. ഒരു സ്പെഷ്യൽ കൈഡി കൊടുത്താൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട്. ആൻഡ് നായികയും നായകനുമായി ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതിനു മുന്നേ ക്യാമറയിലെ ബാലതാരമായിട്ട് അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സിനിമയുടെ ത്രെഡ് മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 പേരായിട്ടാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഥാപാത്രത്തിനെ കുറിച്ചും ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും എന്താണ് ഇവിടെ പറയാനായിട്ടുള്ളത്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച മണി സാറിനും അതേപോലെ SK സാർ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ കോ ആർട്ടിസ്റ്റ് ആദി, പിന്നെ അതേപോലെ അമ്മയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ചെയ്ത ചില പോർഷൻസ് നന്നായിട്ടുണ്ടെന്ന് കുറച്ച് പേര് പറഞ്ഞു. അറിയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം എല്ലാവരും പറയണം. അപ്പം അങ്ങനെ ആ ഒരു സീൻസൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയത് എൻ്റെ ഓപ്പോസിറ്റ് നിന്ന് അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഞാനും കരഞ്ഞു പോകും. നോർമലി നാച്ചുറലി അങ്ങനെ വരുമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നന്ദി, താങ്ക് യു. ഹലോ, എല്ലാവർക്കും വേണ്ടി നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് എല്ലാവരും ഇവിടെ വന്നതിന്. ഞാൻ ക്യാരക്ടർ പ്ലേ ചെയ്ത് ആദി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്തത്. എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ വെച്ചാൽ അതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് മണിപ്രസാദ് സർ എന്നെ ഈ ഒരു ക്യാരക്ടറിൽ സെലക്ട് ചെയ്തതിന്. മോഹനങ്കൽ, ഓൾ ദ ക്രൂ മെമ്പേഴ്സ്. ആക്ച്വലി ക്രൂ മെമ്പേഴ്സ് അല്ല, ആക്ച്വലി എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. സോ എനിക്ക് ഒട്ടും ഒരു ഔട്ട്സൈഡർമാരി ഫീൽ ചെയ്തതേ ഇല്ല. എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ വെച്ചാൽ വളരെയധികം രസമായിരുന്നു. ഫൈറ്റ് മാസ്റ്റർ എന്നെ കുറെ സഹിച്ചു, ഫൈറ്റിനിടയിൽ ഡാൻസ് മാസ്റ്റർ കുറെ മിസ്റ്റേക്സും അതും ഇതും, എൻ്റെ കുസൃതും കുറുമ്പും വിഷ്ണുങ്ങളും എല്ലാവരും എന്നെ കുറെ സഹിച്ചു. ബട്ട് ആഫ്റ്റർ ഓൾ അവരെല്ലാവരും എന്നെ ഒരു മോനെ പോലെ കണ്ടത്. ഓൾസോ ലീല ചേച്ചി എൻ്റെ മിസ്റ്റേക്സ് എന്തെങ്കിലും പറയും. അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അംബിക ചേച്ചിക്ക് വരാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. സാന്ദ്ര ആക്ച്വലി ഒരു നല്ലൊരു ക്ലോസ് ഫ്രണ്ടിനെ കിട്ടിയെന്ന് എനിക്ക് പറയാം ഫ്രം തൃശ്ശൂർ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് ദിസ് ടീം. ബാലു സർ, താങ്ക് യു വെരി മച്ച്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. Alright, and the next ബാലു സർ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ്. വിത്ത് ഓൾ ദ ലവ് ആൻഡ് റെസ്പെക്ട്, എന്താണ് സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? அனைவருக்கும் வணக்கம். மலையாளம் வராது, தமிழ் ஒய்ஃப் மலையாளம் தாங்க, தமிழ் தாங்க பேசுகிறேன். நான் மலையாளம் பேசுன்னு கெஞ்சனக்கு பேச மாட்டேங்கிறேன். அந்தளவுக்கு நமஸ்காரம். குறைச்சி மலையாளம் புரியும். எனக்கு எவ்வளோ படங்கள் தமிழில் பண்ணாலும் மலையாளத்தில் பண்ணணும் அவ்வளோ ஒரு ஆசை. ஏன்னா மலையாள படம் எல்லா படம் பார்த்துருக்கேன் நான். அந்த அவங்களுடைய ஸ்க்ரீன் பிளே, அவங்களுடைய நேரேஷன், அந்த கதை ஸ்டைலு, அந்த ஆக்டிங், அந்த எல்லாமே இப்போ ரிலீஸ் ஆன இப்போ மஞ்சுளம் பாய்ஸ்லேருந்து சௌரி வெள்ளக்கா, இளவலா பூச்சரம், பூமன், கொச்சால், மைனேவி சரகன், ஜெய் 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 ஹே, இவ்வளோ படங்கள் எல்லா படங்களும் பார்த்துருக்கேன். அப்போ ஒரு படம் மலையாளம் நடிக்க மாட்டோம்னு ஆசைட்டு இருந்தேன். அப்போ ராஜன் மூலியமாக மணிபிரசாத் பழக்கம் கிடச்சிது. இந்த படத்தில் ஒரு நல்ல கேரக்டர் வந்துருக்காரு. ஒரு சின்ன கேரக்டர் தான் போனேன். என்னை பார்த்துட்டு கேரக்டர் போட்டுறேன், லென்த்தாக கொண்டு வந்துட்டாரு. ரொம்ப தேங்க்ஸ் மணிபிரசாத்தை. நிறைய மலையாள படங்கள் பண்ணுறப்ப எனக்கு கூப்பிட்டாருங்க, கண்டிப்பாக வந்து பண்ணுறேன் நான். அதே மாதிரி இந்த படம் வாய்ப்பு கிடைக்கிறதுக்கு ராஜன் சார் தான் காரணம், அவருக்கு நன்றி. அதே மாதிரி இந்த தயாரிப்பாளர் இந்த மாதிரி தயாரிப்பாளர் நமக்கு வேணும். ஏன்னா அவர் ஸ்பாட்டுக்கே வர மாட்டார், என்ன வேணாலும் ஆட்டோமேட்டிக் கொடுத்துட்டே இருப்பார்.
எங்கிட்ட ஒரு வார்த்தை சொன்னார், கஷ்டப்பட்டு நடிகர்னு சொல்லுங்கள், நம்ம வாய்ப்பு கொடுப்போம் அப்படின்னு. நிறைய அந்த மனசுக்காக இந்த படம் ஓடும். அதனால் வந்து இந்த படம் வந்து மலையாள படம்னாலே ஜென்ரலாக வந்து இந்திய அளவில் பேசப்படுற படங்களாக தான் இருக்கும். அது கதையாக இருக்கட்டும், எதாக இருக்கட்டும். அது இந்த படம் வந்து இந்த 2 பேர் பக்கத்தில் உட்காந்துருக்காங்க இல்லையா, அவங்களுடைய சாங்ஸ் எல்லாம் பார்த்தேன் நான். ரொம்ப அவ்வளோ யூஸ்ஃபுல்லாக இருந்தது. ஆனால் எல்லோரும் இந்த படத்தை என்கரேஜ் பண்ணுங்கள், பத்திரிகை நண்பர்கள் சப்போர்ட் பண்ணுங்கள். உங்கள் மூலியமாக சப்போர்ட் பண்ணால் தான் இந்த மாதிரி நிறைய படங்கள் வரும். தயாரிப்பு நிறைய படங்கள் பண்ணுவார். நம்ம டெக்னீஷியன்ஸுக்குள்ள நல்ல வாழ்க்கைக்கு நான் வளமாக சொல்லி இந்த வாய்ப்புக்கு நன்றி கொள்கிறேன். நன்றி, വണക്കം. ബാലസാർ, ഇതൊരു തുടക്കമായിരിക്കട്ടെ. ഇനി ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമാകട്ടെ എന്നുകൂടി ഈ ഒരു വേദിയിൽ വിഷയാണ്. ചിത്രമാണെന്നൊരു ഫീലിംഗ് തന്നെ ഉണ്ട്. ഹലോ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു റൊമാൻറ്റിക് ചിത്രമാണെന്നൊരു ഇത്. അപ്പോൾ ഒരു ആദ്യമായി ചെയ്യുന്ന ഒരു ചിത്രം ഇങ്ങനെ ഒരു ജോണർ എടുക്കാൻ കാരണം എന്താണ്? റൊമാൻറ്റിക് മാത്രമെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി സബ്ജക്റ്റ് കൂടിയാണ്. എന്താണ്, സ്നേഹബന്ധങ്ങൾ. നമ്മൾ ഞാൻ നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ചേരേണ്ട വന്ന കാര്യങ്ങൾ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഒരു നിമിത്തമായിട്ടും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മറ്റേ നിമിത്തത്തിൽ നമുക്ക് ചേരേണ്ടത് ചെയ്തു. അതുപോലെ ഒരു ക്യാരക്ടറാണ് ഫ്രാൻസിൽ നിന്ന് വന്നിട്ട് പാലക്കാടുകാരനായ ഹീറോയിനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വരുന്നത്. അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് അവർ കല്യാണം കഴിക്കാൻ ഇതിലേക്ക് എത്തുന്ന ഒരു ട്രാവലാണ്. പിന്നെ ഈ പടത്തിൽ ത്രൂ ഔട്ട് പിന്നെ കേരളത്തിൽ അങ്ങുമൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. എക്സാഗറേഷനായിട്ട് ഒന്നുമില്ല. നടന്ന സംഭവങ്ങൾ പത്രത്തിൽ വന്ന റിപ്പോർട്ടുകളും എല്ലാമാണ്. അതിനെല്ലാം കൂടി ഒരു ആകത്തുകയാക്കിയിട്ട് ഒരു സിനിമയുടെ രൂപത്തിൽ ഞാൻ എത്തിച്ചു. ബാക്കിയെല്ലാം പ്രേക്ഷകരായ നിങ്ങൾ കണ്ട് വിലയിരുത്തിട്ട് അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും എല്ലാം തുറന്നു പറയുക. എല്ലാം പറഞ്ഞാൽ നമുക്ക് അടുത്ത സിനിമകളിൽ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റും. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാള സിനിമയിൽ കുറെ നാളത്തിന് ശേഷമായി ഇങ്ങനെ ഒരു കഥാപാത്രം, ഉടനീളം കിട്ടുന്ന ഒരു കഥാപാത്രം കിട്ടുന്നതാണ്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ മലയാള സിനിമയിൽ ഒരു ഉടനീളം കിട്ടുന്ന ഒരു കഥാപാത്രം കിട്ടുന്നില്ല എന്നുള്ളത്? ഉടനീളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ കൂതറ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് അരി മേടിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ. കാരണം അങ്ങനത്തെ വേഷങ്ങൾ ആണ്. പക്ഷെ എനിക്ക് രണ്ട് കാര്യം മാത്രമേ വേണ്ടൂ. തുണിയും വേണം, പണവും വേണം, വേറൊന്നും വേണ്ട. കൂതറ വേഷം ഞാൻ പറഞ്ഞാലും ഒരു മുട്ടിൻ്റെ താഴെ വരെ തുണി വേണം, പിന്നെ പണവും വേണം. അപ്പോൾ എന്ത് വേഷം ചെയ്യും. പക്ഷേ ഇത് ഞാൻ ഇത്ര നല്ലൊരു ക്യാരക്ടറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കസ്തൂരിമാനാണ് പറയത്തക്ക ഒരു മൂവി ആദ്യത്തിൽ ഞാൻ ചെയ്യാൻ. പക്ഷെ അത് ഇതുപോലെയല്ലായിരുന്നു. കണ്ടവരെല്ലാവരും പറയും, ബാക്കി ഇനിയിപ്പം പറയണില്ല അതിനെക്കുറിച്ച്. പക്ഷെ എന്തായാലും ഇത് എനിക്ക് നല്ല ഒരു എന്താ പറയുക, എന്തെങ്കിലും എനിക്ക് കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നൊരു വേഷമാണ് കിട്ടിയത്. ചെയ്തതൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇനി മണി പറഞ്ഞതുപോലെ തന്നെ കണ്ട് നിങ്ങളെല്ലാവരും പറയാ തെറ്റെന്താണ് കുറ്റം എന്താണെന്നുള്ളത് പറയാ. അപ്പോഴല്ലേ ഇനി ശരിയാക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം കാണുമ്പോൾ എനിക്ക് തോന്നും ഒന്നും കൂടി ശരിയാക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഡയലോഗ് ഒന്നും കൂടി പറയായിരുന്നു, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും. കല ഒരിക്കലും പൂർത്തിയല്ലല്ലോ. അപ്പം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എനിക്ക് തന്നതിന് ഞാൻ മണിയോട് ഒരുപാട് നന്ദി പറയാണ്. ഇത്രയും ഒരു ക്യാരക്ടർ അവൻ എനിക്ക് തന്നില്ലേ. അതായത് എൻ്റെ കഥയൊന്നും പറയുന്നില്ല, പക്ഷേ കുട്ടിയെ ദത്ത് കൊടുക്കുന്നു. ആ ദത്ത് കൊടുക്കാനുള്ള കാരണം അതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാന്ന് അറിയില്ല, അപ്പോൾ അത് ആ കുട്ടീനെ അറിയിപ്പിക്കുന്നില്ല. അങ്ങനെ ദത്ത് കൊടുക്കുന്നു. പിന്നെ അവർ തിരിച്ചു വരുന്ന കഥകളും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുക. എല്ലാവരും പടം കാണുക, അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചേച്ചി തമിഴിൽ അഭിനയിക്കുന്ന സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഇമോഷൻസ് ഉള്ള പടങ്ങളാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കിയാലും വിശാലമായിട്ടുള്ള പടങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ വൈറലായി ഓടുന്നുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അതേപോലത്തെ ഒരു കഥാപാത്രങ്ങൾ മലയാളികൾ അത് യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അതേപോലത്തെ ഒരു കഥാപാത്രം നന്നായി. ഇനി അത് ഞാൻ പറഞ്ഞിട്ട് വേണം. ആരെങ്കിലും എന്തെങ്കിലും ഒരു വേഷം തരാന്ന് വിചാരിച്ചാൽ അതില്ലാന്ന് പറയാനല്ലേ. അല്ലെങ്കിലേ പാരയുടെ കൂട്ടാണ് എനിക്ക്. ഇനിയിപ്പോ പോരാത്തത് നിങ്ങൾ തന്നോളൂ. വിശേഷമായി മോനെ അങ്ങനെ ഒരു തോന്നലേ തോന്നുന്നില്ല എനിക്ക്. കിട്ടുന്നതെല്ലാം നല്ലത്, കിട്ടുന്നതെല്ലാം വലിയ ക്യാരക്ടർ, അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ അങ്ങനത്തെതെങ്കിലും അങ്ങനത്തെ കിട്ടട്ടെ. അരി മേടിച്ച് പോകണ്ടേ മോനെ. 95 വയസ്സ് അമ്മയാണ്, 95 വയസ്സായി അമ്മയാണ് എനിക്ക്. അതിന് കഞ്ഞി കൊടുക്കണം. അത് ഈ സിനിമാക്കാർ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ.
അത് മാത്രം ഏത് വേഷം തന്നാലും ചെയ്യും. തുണിയും വേണം, പണവും വേണം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സ്റ്റോറി കേട്ടപ്പോ, ഈ കഥാപാത്രം കേട്ടപ്പോ എന്താണ് ഫസ്റ്റ് മൈൻഡിലുള്ള? ഫസ്റ്റ് മൈൻഡിൽ വന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു. സ്റ്റോറി സാർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കരഞ്ഞായിരുന്നു. കുറച്ച് ഇമോഷണലി വീക്കുമാണ് പേഴ്സണലി ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. മീൻസ് സ്റ്റോറി കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഒരു ഇമോഷണൽ കണക്ഷനുള്ള നല്ലൊരു മൂവിയാണ്. അല്ല, നീ കരഞ്ഞു മനസ്സിലാവും എല്ലാവർക്കും. സ്റ്റോറി കേട്ടപ്പോൾ കരഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ബാക്കി സ്റ്റോറി കേട്ട് കരയാൻ മാത്രമല്ല, ഞാൻ സ്റ്റോറി പറിച്ച് നിർത്തി, എന്നിട്ട് ചായയും വെള്ളമൊക്കെ കുടിച്ച് ശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്തു. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം ലക്കിയാണ് ഈ ഒരു ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയത്. സന്ദ്ര പറഞ്ഞ പോലെ തന്നെ വളരെ ഇമോഷണലി ടച്ച് ആവുന്ന ഒരു സ്റ്റോറിയാണ്. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ചേച്ചി ചേച്ചി മലയാളത്തിൽ ചേച്ചീനെ നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന കിടിലൻ ഡയലോഗ് കൊണ്ടാണ്. അപ്പം ഇപ്പം മലയാളത്തിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കടകൻ സിനിമയിലാണെങ്കിലും ചേച്ചിയുടെ അധികം ഡയലോഗുകളില്ല. അപ്പം എന്തുകൊണ്ടാണ് മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്? മോളെ, ഞാൻ തിരഞ്ഞെടുക്കണതല്ല. എന്നെ വിളിച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ചാടി പുറപ്പെട്ട് പോണതാണ്. ആരും തിരഞ്ഞെടുക്കണമൊന്നുമില്ല. ഇപ്പോൾ കടകനിൽ അത്രയെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ വേറൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ വായ തുറന്നിട്ടുണ്ട്. അതിന് പടം കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കുട്ടി. ക്യാരക്ടറിന്റെ വലിപ്പചെറുപ്പൊന്നും നോക്കുന്നില്ല. ഏതാണോ നമുക്ക് കിട്ടുന്നത്, ജീവിക്കണ്ടേ, വേറെ ഒരു തൊഴിലും അറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന വേഷം ചെയ്യുക, പൈസ വാങ്ങുക, മാമുണ്ണ, അമ്മയെ പോറ്റുക. മെയിനായിട്ട് അതാണ്. മലയാളം മനസ്സിലാവില്ലേ? തമിഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറാണ് താങ്കൾ. അതേപോലത്തെ സിനിമകൾ, അതായത് ഗുണ പോലത്തെ, അതായത് നമ്മൾ കമലഹാസൻ സാർക്ക് ഞെട്ടിച്ച പടങ്ങളാണ്. അപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടർ എന്ന നിലയിൽ അത് നോക്കുമ്പോഴേക്കും അത് ഇൻഡസ്ട്രി വളരുന്ന രീതി ഉണ്ടല്ലോ. അപ്പം എടുക്കുന്ന കണ്ടന്റ് ആയാലും അതേപോലത്തെ രീതിയിലുള്ള കണ്ടന്റുകൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിലായില്ല? അതായത് സാറിന് എടുക്കുന്ന ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഇപ്പൊ അത് ഐഡന്റിക്കൽ അല്ലെങ്കിൽ നോട്ടബിൾ ആകുന്ന ഒരു കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ആയാലും ഇപ്പൊ നല്ല രീതിയിൽ അത് എന്റെ കണ്ടന്റ് ആണ് എന്റെ ഇത്. അല്ല, അപ്പൊ തമിഴിലായാലും അത്ര തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചൂസ് ചെയ്യുന്ന കഥാപാത്രം അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ടോ സാറ്? ഉണ്ട് സാർ. അത് இப்போ எனக்கு இப்போ பண்ணுற எல்லா படமே வந்து நல்ல கேரக்டரோட தான் பண்ணிட்டு இருக்கேன். காமெடி மாலை பண்ணிட்டு இருந்தேன். எப்படி மலையாளம் வந்து இப்போ நம்ம சினிமாவுக்கு வந்து மொழி கிடையாதுங்கிறதுக்கு உதாரணம் வந்து மஞ்சள் வாங்க பயங்கர கிட்டாங்க. இது காரணம் வந்து அவங்க மொழியை பார்க்க ஒரு படமாக பார்க்குறாங்க. அந்த கண்டென்ட் வந்து மக்கள் மைண்டில் ஏறிடுச்சு. அதனால் அந்த படம் செமக்கிட்டாயிருக்கு. ஸோ மலையாள படத்துக்கும் தமிழ் படத்துக்கும் வித்தியாசம் என்னென்னா, இங்கே ஸ்க்ரீன் பிளே ரொம்ப நல்லா இருக்கும். ஒரு கேரக்டர் வந்து கரெக்டாக டீப்பாக ஆழமாக போய் வந்து அந்த கதையை கொண்டு வருவாங்க. அசால்ட்டாக விட்டுற மாட்டாங்க. எந்த ஒரு கேரக்டர் இருந்தாலும் வேஸ்ட் பண்ண மாட்டாங்க. எல்லா கேரக்டரும் பேசப்படுவாங்க. தமிழில் அதே மாதிரி வந்துக்கிட்டு இருக்கேன். நான் இப்போ தமிழில் வந்து இப்போ நிறைய சீரியஸான கேரக்டர் பண்ணிக்கிட்டு இருக்கேன். நான் இதில் வந்து சீரியஸ் வித் காமெடி ரெண்டுமே கலந்து கொடுத்துருக்காரு. கண்டிப்பாக அந்த படம் பண்ணிட்டு இருக்கேன். മലയാളത്തിൽ ചെയ്യുമ്പോൾ ഇനി എങ്ങനത്തെ കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം? മലയാളത്തിൽ ചെയ്യുകയാണെങ്കിൽ மலையாளத்தில் எந்த கண்டுபிடித்தாலும் நல்லா ஆசையாக இங்கே 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 ஒரு ஆர்டிஸ்ட்னு ஒரு தனியாக ஒரு இது கிடையாது. எல்லாமே எல்லா கேரக்டர் எல்லாமே பண்ணுறாங்க. ஒரு கேரக்டர் அந்த கேரக்டர் காமெடி பண்ணுறாங்க, வில்லனும் பண்ணுறாங்க, சீரியஸ் பண்ணுறாங்க, ஓல்டு கட்டம் பண்ணுறாங்க, யங் கட்டம் பண்ணுறாங்க. ஒரே கேரக்டர். உதாரணம் ஸ்டார்ஜ் வசதி போட அவர் இல்லையா, அவர் காமெடிலாம் வந்தார் சினிமாவில். இன்றைக்கி அவர் ஹீரோ ஆகிட்டார். அந்த மாதிரி நிறைய ஆர்டிஸ்ட். இப்போ வந்து கேரளா கிரைம்னு ஒரு வெப்சீரிஸ் வந்து பார்த்தீங்கன்னா அவர் ஹீரோ வந்து ஆக்சுவலாக பேசிட்டு காமெடி தான் அவர். நீங்கள் அந்த மாதிரி நிறைய படங்கள் இருக்குது. இங்கே எல்லா கேரக்டர் எல்லாமே பண்ணுறாங்க. எனக்கு இங்கே வாய்ப்பு கிடைச்சா மட்டும் போதும். இதுதான் வேணும்னு கேட்கல நான். ചേച്ചി എന്നുള്ളത് വേറൊന്നും നോക്കാറില്ല. ഇപ്പൊ മലയാള സിനിമയില് ആക്ടേഴ്സിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഒന്നു മോളെ, നിങ്ങൾ എന്നെ കൊണ്ട് ഇപ്പൊ ആരെ തന്നെ എനിക്ക് തരില്ലേ? ആരെങ്കിലും വിളിക്കാനിരിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അത് നിർത്തും. ഇവിടെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് പറഞ്ഞിട്ട് വിളിക്കാൻ വെച്ചതുണ്ടെങ്കിൽ അതും മാറ്റിക്കണ്ട. അങ്ങനെ ഒന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാരക്ടർ എഴുതി വരുമ്പോൾ അത് ആർക്കാണോ എൻ്റെ പേര്
മനസ്സിൽ പറയാൻ തോന്നിക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയാണ് ഞാൻ. നമുക്കറിയില്ലല്ലോ അവരെങ്ങനെയൊക്കെ എഴുതുമ്പോൾ അവർ പറഞ്ഞ് മറ്റവരോട് ചോദിച്ച് മറ്റവരോട് ചോദിച്ച് അങ്ങനെ അഭിപ്രായം ചോദിച്ച് ചിലത് അവസാനം ഇന്നലേക്ക് എത്തും, അല്ലെങ്കിൽ നമ്മളേക്കൊണ്ട് എത്തൂല്ല. എത്തിയത് നമ്മൾ വാങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളാണ്. പറയാതെ തന്നെ പ്രശ്നം മോളെ, പിന്നെ പറഞ്ഞ കാര്യം പറയാണ്ടോ? കണ്ട രണ്ടുപേര് നോക്കി ചിരിക്ക, ഇരിക്കടി തരാ ഞങ്ങള്. ഒരെണ്ണത്തിൽ വിളിക്കണം എന്നുണ്ടായിരുന്നു, അത് ഇതോടുകൂടി കട്ട് ചെയ്തു. പൊന്ന് സാറന്മാരെ. ചേച്ചി ഇവിടെയാണ് ഞാൻ ഇവിടെ 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 ഹലോ റൈറ്റിലേക്ക് ശരി പറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം പല കാര്യങ്ങളും ഇതുപോലെ വെട്ടി തുറന്ന് പറയുന്നതിന്റെ പേരില് സിനിമകളിലെ റോളുകൾ കുറയും എന്നൊരു പേടി ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പേടി വരാനൊന്നുമില്ല, കുറഞ്ഞല്ലോ. പണ്ട് മുകേഷ് എന്നോട് പറഞ്ഞു ചേച്ചിക്ക് ചേച്ചി തന്നെയാ പാരല്ലേന്ന്. അതേ മോനെ, എനിക്ക് ഞാൻ തന്നെയാ പാരാന്ന് പറഞ്ഞു. കാരണം ഉള്ള കാര്യം എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് ഭാര്യയായി, അതാർക്കും പിടിക്കൂല. കുറഞ്ഞു വന്നു ഇനി തോന്നാൻ എന്താ? ആ തമിഴ് പടം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനും എൻ്റെ അമ്മയ്ക്ക് കുറച്ച് വിഷം കൊടുത്ത് ഞാനും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ. സത്യം പറയാം, ഞാൻ കാര്യം പറയാം, മലയാളത്തിൽ വർക്കേ ഇല്ല. കാരണം വളരെ കുറവായി. ഇടയ്ക്ക് ആ തമിഴ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചോളാം. 95 വയസ്സായ ഒരു അമ്മയാണ് എനിക്കുള്ളത്. മക്കളില്ല, ഭർത്താവില്ല, സഹോദരന്മാരില്ല. ഒരു സഹോദരനുണ്ട്, ഇല്ല പറയാൻ പറ്റില്ല, അവന് ബ്ലഡ് ക്യാൻസറാണ്. ഞാൻ ഈ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ പറ്റുക. എനിക്ക് സർവസ്വവും എൻ്റെ അമ്മയാണ്. ഇപ്പോൾ വയ്യാണ്ടിരിക്കാണ്. എന്നിരുന്നാലും ശരി, എൻ്റെ അമ്മയെ സുഖമായിട്ട് നോക്കണം, അതിനുള്ള വർക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ദൈവം തരുന്നുണ്ട്. അതിനിപ്പോൾ തമിഴല്ല, കന്നഡയല്ല, തെലുങ്കല്ല, മറാഠയല്ല, എന്ത് കിട്ടിയാലും ഞാൻ പോകും. എങ്ങനെയെങ്കിലും ലിപ്പ് ഞാൻ അതിനെ ഒപ്പിച്ച് ഞാൻ എന്തെങ്കിലും കാട്ടും. ഡയലോഗ് അവർ പറഞ്ഞുകൊള്ളല്ലോ. ചേച്ചിയുടെ ഒക്കെ കാലഘട്ടത്തിൽ നിന്ന് സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. മുമ്പത്തെ കാലഘട്ടത്തിൽ നിന്ന് മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം വലിയ സിനിമ, ചെറിയ സിനിമ എന്നൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. അപ്പൊ അതിനോട് ചേച്ചിയോടൊരു അഭിപ്രായം എന്താ? വലിയ സിനിമ, ചെറിയ സിനിമ എന്നൊക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടോ? നമുക്ക് വലിയ സിനിമയായാലും ചെറിയ സിനിമയായാലും ഒക്കെ കണക്കാം. നമ്മൾ വിളിക്കുമ്പോൾ പറയും ഏറ്റവും ചെറിയ മൂവിയാണ് ചേച്ചി. നമ്മളെ വിളിക്കുന്നവർ പറഞ്ഞാൽ ചേച്ചി ചെറിയ സിനിമയാണ്, ചേച്ചി സഹകരിച്ചേ പറ്റൂ. അപ്പൊ നമ്മളെന്ന് വിചാരിക്കുന്നത് ചെറിയതായാലും സഹകരിക്കാൻ ഞാൻ പറ്റില്ല, ചോറുണ്ടില്ലെങ്കിൽ കഞ്ഞെങ്കിലും കുടിക്കണ്ടേ. അപ്പോൾ അമ്മയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ അതും വാങ്ങണം. ശരിയെന്ന് പറയും. അവിടെ ചെന്ന് നോക്കുമ്പോൾ 16 കയറവൻ, 20 കയറവൻ, അതിന് പറ്റിയ ഒരാൾക്ക് 5 പിന്നെ അസിസ്റ്റന്റുമാര്, 6 അസിസ്റ്റന്റുമാര്, പിന്നത്തെ കഥകളൊന്നും പറയണ്ട. പിന്നെ എന്ത് ചെറിയ പടമാണ്? നമ്മളോട് വന്ന് പറയുമ്പോൾ ഒക്കെ ചെറിയ പടം, എനിക്ക് അങ്ങോട്ട് തിരിയാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഉൽപ്പൽ സാറിനെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, വേറെ ആരും മുഖത്തേക്കും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ പറയുമ്പോഴൊക്കെ ചെറിയതെന്നാണ് പറയുക. പക്ഷെ എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ചെറിയതെന്ന് പറഞ്ഞോട്ടെ, വലിയതെന്നോ പറഞ്ഞോട്ടെ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആൾക്കാരെ നോക്കി ഒന്ന് പേയ്മെന്റ് നിശ്ചയിക്കാം. അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പം എല്ലാം ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല സിനിമയിലേക്ക്. ജീവിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഇതല്ലാതെ വേറെ ഒരു വഴി ഇല്ലാത്തവർ, വേറൊരു തൊഴിൽ അറിയാത്തവർ വരുന്നുണ്ട്. അവർക്ക് ചെറിയതെന്ന് പറഞ്ഞ് അവരെ തീരെ തരം താഴ്ത്താതെ, മറ്റുള്ളവരെ കണക്കിൽ എടുക്കാതെ അവരെ ഒന്ന് മുൻഗണന കൊടുത്താൽ നല്ലത് എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഞാനടക്കം അത്രേ പറയാനുള്ളൂ. ചേച്ചി, മലയാള സിനിമയിലെ മണിനാഥം നഷ്ടപ്പെട്ടിട്ട് 8 വർഷങ്ങൾ കഴിഞ്ഞു. 8 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ മലയാള സിനിമയിലെ ഒരുപാട് നല്ല നല്ല നടന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം മണിച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ ചേച്ചിക്ക് പറയാം? മണീനെ കുറിച്ച് എല്ലാം ഓർമ്മകൾ തന്നെയല്ലേ. കാരണം ഞാൻ മണിയുടെ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് അവനെ തേപ്പ് പെട്ടി, ഇസ്ത്രി ഇടുന്ന പെട്ടിക്കുള്ളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് പോരും. അപ്പോൾ കിടക്കുന്നിടത്ത് തന്നെയായിരുന്നു എല്ലാ മലമൂത്ര വിസർജനങ്ങളില്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോവില്ല, ഭക്ഷണമൊക്കെ അവിടെ എടുത്ത് വെച്ച് പോരും. അപ്പോൾ മേളിലുണ്ട് ഇതിൻ്റെ ഹൗസ് ഓണർ, അവർ വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും. ഇതിൻ്റെ ഒക്കെ നടുക്ക് കിടന്ന് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണ കേട്ടപ്പോൾ മണി ചോദിച്ചു, എന്താ ചേച്ചിയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, ഇല്ല മണി, ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല. പെട്ടെന്ന് പറഞ്ഞു, ഒരു 12 മണിയാകുമ്പോൾ ചേച്ചീനെ വിടുക, 2 മണിയാകുമ്പോൾ ചേച്ചി വന്നാൽ മതി, ചേച്ചിക്ക് വണ്ടി കൊടുക്കുക, എനിക്കൊന്ന് കാറൊന്നുമില്ല, വണ്ടി കൊടുക്കുക. എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു വന്നാൽ മതിയെന്ന് ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല. അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഇതെന്താ മൈക്ക് എന്തോ ഒരു തകരാറ് വരുന്നുണ്ടോ?
അതല്ല എന്തോ അറിയില്ല, ഞാൻ വട്ടം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ വട്ടം തിരിയണോ അതും എനിക്കറിയില്ല. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു പരോപകാരിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും പോകണ്ട, ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാനൊന്നും കാത്തിക്കണ്ട, കാരണം കരിയറൊന്നും വേണ്ട. മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക, പാചകം ചെയ്യുക, അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. പക്ഷെ മണിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ 12 മണിക്ക് എന്നെ വിടും, കാറ് വിട്ട് തരും. ഞാൻ അവിടെ ചെന്ന് 1 മണിക്കൂറുകൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ പാടിയിൽ പോയിട്ടുണ്ട്. മണിയുടെ അനിയൻ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റൂല. അപ്പോൾ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും പറയാം. അത് വല്ലാത്തൊരു തീരാ നഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രസ് മീറ്റ് ഓൾമോസ്റ്റ് ഓവർ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ചോദ്യങ്ങൾ കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.